ശ്രീ സി കെ ഷാക്കിർ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതനിരപേക്ഷ സംഘടനയായി മാറി അല്ലേ? നിങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് ഉത്തരമായി ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ച എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. 1977 ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തീരുമാനിച്ച കാലം മുതൽ കേരളത്തിൽ CPM-നൊപ്പമാണ്. അവരുടെ സ്ഥാനാർത്ഥിക്ക് പ്രത്യക്ഷമായി പിന്തുണ കൊടുക്കുകയും മൂല്യം കാണുകയും അവരോടൊപ്പം മുന്നണിയായി മത്സരിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് കൃത്യമായി ശ്രീ വി ഡി പറഞ്ഞു. 4 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമി CPM-ന്റെ MP ഗോവിന്ദന്റെ പാർട്ടിയുടെ കൂടെയായിരുന്നു. ഇപ്പോഴും കേരളത്തിലെ പല സ്ഥലങ്ങളിലും അവർ CPM-നൊപ്പമാണ്. ആ ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾക്ക് വികാരമുണ്ട്. ആ വികാരത്തിനൊപ്പം കേരളത്തെ രക്ഷിക്കാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ അവർ വർഗീയവാദികളാവുകയാണ്. നിങ്ങൾ ഒരേ തുലാസിൽ പല രീതിയിൽ ആളാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ UDF-ന്റെയും LDF-ന്റെയും പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കും എന്നാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടന അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വെൽഫെയർ പാർട്ടിക്ക് അങ്ങനെ ഒരു വെൽഫെയർ വർഗീയ നിലപാടില്ല എന്നാണോ പറയുന്നത്? പക്ഷെ മുൻപ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയായിരുന്നു. LDF-ന് വോട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു LDF എന്നായിരുന്നു. അതുകൊണ്ടാണ് പക്ഷം മാറുമ്പോൾ വർഗീയതയുടെ ഈ അളവും തൂക്കവും മാറുമോ എന്നാണ്. അല്ല, ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന് ഏതെങ്കിലും കാലത്ത് പറഞ്ഞത് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അവരുടെ നയങ്ങളോട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ പല വിഷയത്തിൽ വിയോജിപ്പുണ്ട്. അതൊരു മതസംഘടനയാണ്. നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അടുത്ത കാലത്ത് രൂപം കൊള്ളുകയും ആ രൂപം കൊണ്ട ആദ്യ കാലത്ത് ഉൾപ്പെടെ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പലതവണ ഇവിടെ തന്നെ ചർച്ച ചെയ്താണ്. ഒരുപാട് പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും നമുക്കറിയാം CPM SDPI-യുമായി ചേർന്ന് ഭരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. RSS-ന്റെ പിന്തുണ വാങ്ങി അതെന്താണ് വിവാദമാക്കുന്നത്? വിവാദമാക്കാൻ കാര്യമുണ്ടോ എന്ന് MP ഗോവിന്ദൻ ചോദിച്ചതാണ്. ശ്രീ പിണറായി വിജയനും പറഞ്ഞു, ഞങ്ങൾ ഒരു കാലത്ത് RSS-ന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. എല്ലാ കാലത്തും എല്ലാ പോലെ ആയിരിക്കും നിലപാട്. ശരിയാണ്, നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യമുള്ളൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. അതാണല്ലോ അല്ലേ? അത് ക്ലാരിറ്റിയോട് കൂടി പറയണം. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല. അതാണല്ലോ അല്ലേ? അല്ല, അവരുടെ ആശയമല്ലല്ലോ വാങ്ങുന്നത്. അവരുടെ ആശയത്തിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് കേൾക്കുക. അതായത് കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാൻ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിലെന്താണ് കുഴപ്പമെന്നാണ് ശ്രീ വി ഡി സതീശൻ ചോദിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. LDF ആണെങ്കിലും UDF ആണെങ്കിലും ആശയത്തോട് യോജിപ്പില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ, പക്ഷെ വോട്ട് കിട്ടിയാൽ വാങ്ങും. LDF-ന് വേണ്ടി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല, അവർ തന്നതാണ്. വർഗീയവാദികൾക്ക് വോട്ട് എന്ന രീതിയിലൊരു വോട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ നിലപാട് തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. നിങ്ങൾ വാങ്ങിയതല്ല, അവരുടെ ആസ്ഥാനമായി ഹിറ സെന്ററിൽ പോയി തലയിൽ മുണ്ടിട്ട് ചർച്ച നടത്തി ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഞങ്ങൾ അങ്ങനെയല്ല. കേരളീയ പൊതുസമൂഹത്തിൽ അവര് പ്രത്യക്ഷമായി സർക്കാരിനെതിരെ വിധി എഴുതാൻ കേരളീയ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ആര് വോട്ട് ചെയ്താലും ആ വോട്ട് സ്വീകരിക്കും. ശരിയാണ്, അത് ഏത് വർഗീയവാദികളുടെ വോട്ടാണെങ്കിലും നിങ്ങൾ സ്വീകരിക്കും. അത് തന്നെയാണ്. ശ്രീ പണിക്കർ, ഇരട്ടത്താപ്പുണ്ടോ UDF-ന്റെ നയത്തിൽ? ഇതിൽ UDF-ഉം LDF-ഉം ഒന്ന് തന്നെയാണ്. മഞ്ജുഷേ, നിങ്ങൾ അങ്ങനെ പോകല്ലേ. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി CPM-ന് അനുകൂലമായാൽ അല്ലെങ്കിൽ മറ്റു പാർട്ടി CPM-ന് അനുകൂലമായാൽ അവർ നല്ല ആളുകൾ. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇവരൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാതെ ഇവരുടെ നയം ഐക്യജനാധിപത്യം നടപ്പിലാക്കുകയോ ഏതെങ്കിലും തരത്തിൽ സഖ്യമുണ്ടാക്കുകയല്ല. ഞാൻ പറഞ്ഞത് അതാണ്, അവരുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷെ വോട്ട് ആര് ചെയ്താലും സ്വീകരിക്കും. അതാണ്. അല്ല ഷാജിറെ, അത് തന്നെയാണ് പറഞ്ഞത്. ഈ മതനിരപേക്ഷത എന്നതിന്റെ നിർവചനം കൂടിയാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയട്ടെ, മതനിരപേക്ഷ സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? അതുകൂടി പറയുക. മതനിരപേക്ഷ സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? മതനിരപേക്ഷ പാർട്ടിയാണോ വെൽഫെയർ പാർട്ടി? ഈ ചോദ്യത്തിന് കൂടി ഉത്തരം നൽകൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് സഖ്യകക്ഷിയായി എടുക്കുമെന്നോ അല്ലെങ്കിൽ അവരുമായി മുന്നണിയാകുമെന്നോ അല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, കേൾക്ക്. അതായത് ഒരു വിഭാഗം ആളുകൾ മതേതര വിശ്വാസികൾക്ക് കേരളീയ സമൂഹത്തിന് അനുകൂലമായി ചേർന്ന് നിൽക്കുമ്പോൾ
ആ ആളുകളെ പിന്നെ എന്താ നമ്മൾ അല്ല അത് പറയുന്നത്? മതേതരം എന്ന് പറയരുത് കേട്ടോ. വർഗീയവാദികൾ സർക്കാരിനെതിരെയുള്ള പിന്നെ പോരാട്ടത്തിൽ എന്താ ചേർന്ന് സംശയം? നിൽക്കുന്നു എന്ന് പറയുക, അത് എന്താ പറയാം. സംശയം? മതനിരപേക്ഷം എന്ന് എന്താ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സംശയം? നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇന്ത്യൻ കഴിഞ്ഞു. നാഷണൽ കോൺഗ്രസ് എന്ന് അല്ല, പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും ഇന്ത്യൻ നാഷണൽ വെൽഫെയർ പറയട്ടെ. പാർട്ടിക്കും നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവർ മതനിരപേക്ഷ സംഘടനയും മതനിരപേക്ഷ പാർട്ടിയും എന്ന നിലയ്ക്കാണോ, അതോ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുവാൻ ആരുമായിട്ടും കൂട്ടുകൂടുന്നതിൽ കുഴപ്പമില്ല എന്നതിലാണോ? ഏതിലാണ് ഈ ഗുഡ് അല്ല, സർട്ടിഫിക്കറ്റ്? ആരുമായിട്ടും കൂട്ടുകൂടും എന്ന് കുഴപ്പമില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനം ചെയ്യല്ലേ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയുടെ നയങ്ങളുമായി യോജിച്ചുകൊണ്ട് ആ പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യാൻ തയ്യാറായാൽ അത് സ്വീകരിക്കുമെന്നാണ് ശരി, എന്തായാലും പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിന്റെ അതായത് മതനിരപേക്ഷ മതേതര നിലപാടുമായിട്ട് സ്വീകരിക്കുമെന്നാണ്. യോജിക്കുമോ എന്ന് അറിയില്ല കേട്ടോ. മതരാഷ്ട്രവാദം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പമുള്ളത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.